ഇടുക്കിയിലെ മിടുക്കനാരെന്ന് മറ്റന്നാൾ ജനം വിധിയെഴുതും. 25 വർഷം MLA ആയി തുടരുന്ന LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്ത സീറ്റിൽ കോൺഗ്രസിന്റെ റോയ് കെ പൗലോസിന് വിജയിച്ചേ മതിയാകൂ. കാണാം ഇടുക്കിയിലെ പോര്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ട പ്രധാന മണ്ഡലമാണ് ഇടുക്കി. UDF-ലെ സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ച മണ്ഡലം. എന്നാൽ കോൺഗ്രസിലെ റോയ് കെ പൗലോസ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കളം മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിനൊപ്പം കൈപ്പത്തി വികാരം കൂടി ചർച്ചയാക്കി വോട്ട് പെട്ടിയിലാക്കാനാണ് UDF-ന്റെ ശ്രമം. UDF കേരളത്തിൽ തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇടുക്കി നിയോജകമണ്ഡലം UDF തിരിച്ചു പിടിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടിനും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ നിയോജകമണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നുണ്ട്. അത് 100% ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് 4-ാം തീയതി ബോധ്യപ്പെടും. അതുവരെയും ചില ആൾക്കൊക്കെ സംശയമൊക്കെ ഉണ്ടാകും. കേരള കോൺഗ്രസിലെ രണ്ടാമൻ 25 വർഷമായി തുടർച്ചയായി ഇടുക്കി MLA ഇത്തവണ പരാജയപ്പെട്ടാൽ റോഷി അഗസ്റ്റിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയാവും. അരയും തലയും മുറുക്കി രണ്ടും കൽപ്പിച്ചാണ് LDF-ന്റെ പ്രചരണം. എനിക്ക് മുൻകാലങ്ങളേക്കാൾ ഏറ്റവും സന്തോഷദായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാ ഘട്ടത്തിലും ഉണ്ടായതിനേക്കാൾ വലിയ ആത്മാവേശം പകർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ നന്മ നിറഞ്ഞ ഹൃദയമുള്ളവരെ നേരിൽ കാണുന്ന സന്ദർഭം ഇപ്പോൾ യാത്ര. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്കൊരു ആശങ്കയില്ല ഇക്കാര്യത്തിൽ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തി വാശിയേറിയ പ്രചരണമാണ് UDF-ഉം LDF-ഉം നടത്തുന്നത്. അതേസമയം NDA-ക്ക് വേണ്ടി മത്സരിക്കുന്ന BDJ സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ നേടുന്ന വോട്ടും ഇരു കൂട്ടർക്കും നിർണായകമാണ്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.